2014 മാർച്ച് 8 മലേഷ്യയിലെ കോലാലംപൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ചൈനയിലെ ബീജിംഗ് ക്യാപിറ്റൽ ഇന്റർനാഷണൽ വിമാനത്താവളത്തിലേക്ക് പറക്കുന്നതിനിടെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷിതമായ ഒരു വിമാനമാണ് ഫ്ലൈറ്റ് MH370. എന്താണ് ഈ വിമാനത്തിന് സംഭവിച്ചത്? നമുക്ക് നോക്കാം. മാർച്ച് 8 രാത്രി 12:40 കോലാലംപൂരിൽ നിന്നും ബീജിംഗിലേക്ക് മലേഷ്യൻ വിമാനമായ MH370 പറന്നുയർന്നു. ബോയിങ്ങിന്റെ 777-200ER എന്ന വിമാനമായിരുന്നു അത്. വിമാനം ദക്ഷിണ ചൈന കടലിന് മുകളിലൂടെ പറന്നുയർന്ന ഏകദേശം 38 മിനിറ്റുകൾക്ക് ശേഷമാണ് എയർ ട്രാഫിക് കൺട്രോളറുമായി അവസാനമായി ആശയവിനിമയം നടത്തിയത്. മിനിറ്റുകൾക്ക് ശേഷം ATCയുടെ സെക്കൻഡറി നിരീക്ഷണ റഡാർ സ്ക്രീനിൽ നിന്നും വിമാനം അപ്രത്യക്ഷമായി. എന്നാലും മലേഷ്യൻ മിലിറ്ററിയുടെ പ്രാഥമിക റഡാർ സംവിധാനം ഏകദേശം 1 മണിക്കൂറോളം ഈ വിമാനത്തെ ട്രാക്ക് ചെയ്തു. അവസാനമായി MH370 എയർക്രാഫ്റ്റിനെ ട്രാക്ക് ചെയ്യുമ്പോൾ ഈ ഫ്ലൈറ്റിന്റെ യാത്രാദിശ വ്യതിചലിച്ചിരുന്നു. പ്ലാൻ ചെയ്ത പാതയിൽ നിന്നും ഫ്ലൈറ്റ് പടിഞ്ഞാറോട്ട് വ്യതിചലിച്ച് മലായി പെനിൻസുലയും ആൻഡമാൻ കടലും കടന്നു. വിമാനം സഞ്ചരിച്ച മലേഷ്യയിലെ പെനാങ് ഐലൻഡിന്റെ വടക്കു പടിഞ്ഞാറായി ഏകദേശം 200 നോട്ടിക്കൽ മൈൽ അഥവാ 370 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് റഡാറിൽ നിന്നുമുള്ള സിഗ്നൽ നഷ്ടമായത്. 227 യാത്രക്കാരും 12 ജീവനക്കാരുമടക്കം 239 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ഈ വിമാനം റഡാറിൽ നിന്നും അപ്രത്യക്ഷമായതിനു ശേഷം എങ്ങോട്ട് പോയെന്നോ വിമാനത്തിന് എന്ത് സംഭവിച്ചോ എന്നോ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. മലേഷ്യക്കാരനായ സഹറി അഹമ്മദ് ആയിരുന്നു ഈ വിമാനത്തിന്റെ പ്രധാന പൈലറ്റ്. ഫാരിഖ് അബ്ദുൾ ഹമീദ് ആയിരുന്നു കോ പൈലറ്റ്. കാണാതായ വിമാനത്തിലുള്ള തിരച്ചിൽ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ തിരച്ചിലായിരുന്നു. കടലിൽ വീണെന്ന നിഗമനത്തിൽ മലേഷ്യ, ചൈന, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ നടത്തിയ തിരച്ചിൽ വർഷങ്ങളോളം നീണ്ടുനിന്നു. പല പ്രഗത്ഭരായ സ്കൂബ ഡൈവർമാരും തിരച്ചിൽ ഏജൻസികളും ഉത്തരം കിട്ടാതെ തിരച്ചിലിൽ നിന്നും പിന്മാറി. തുടക്കത്തിൽ ദക്ഷിണ ചൈന കടലിലും ആൻഡമാൻ കടലിലുമായിരുന്നു തിരച്ചിൽ. നിർഭാഗ്യവശാൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. കാണാതായതിന് തൊട്ടു പിന്നാലെയുള്ള ദിവസങ്ങളിലെ ഔദ്യോഗിക വിവരങ്ങളുടെ അഭാവം ചൈനീസ് പൊതുജനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് യാത്രക്കാരുടെ ബന്ധുക്കളിൽ നിന്നും കടുത്ത വിമർശനത്തിന് കാരണമായി. ഈ വിമാനം കാണാതായതിനു പിന്നാലെ ചൈനയിൽ വൻ പ്രക്ഷോഭമാണുണ്ടായത്. കാരണം യാത്രക്കാരിൽ 153 പേരും ചൈനക്കാരായിരുന്നു. കൂടാതെ 50 മലേഷ്യക്കാരും 7 ഇന്തോനേഷ്യക്കാരും 5 ഇന്ത്യക്കാരുമടക്കം 14 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു. വിമാനം കാണാതായി 1 വർഷത്തിന് ശേഷം 2015-ലും 2016-ലും പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരവധി അവശിഷ്ടങ്ങൾ കരയിലേക്കടിഞ്ഞു. ഇവയിൽ പല അവശിഷ്ടങ്ങളും MH370യുടേതാണെന്ന് സ്ഥിരീകരിച്ചു. പക്ഷേ ഈ അവശിഷ്ടങ്ങൾ എവിടുന്ന് വന്നെന്നോ വിമാനത്തിന് എന്ത് സംഭവിച്ചുവെന്നോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തിരച്ചിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് തിരച്ചിലിന് നേതൃത്വം നൽകിയ ജോയിന്റ് ഏജൻസി കോർഡിനേഷൻ സെന്റർ 2017 ജനുവരിയിൽ തിരച്ചിലിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. സ്വകാര്യ കരാറുകാരായ ഓഷ്യൻ ഇൻഫിനിറ്റി 2018 ജാനുവരിയിൽ രണ്ടാമത്തെ തിരച്ചിൽ ആരംഭിച്ചു. 6 മാസങ്ങൾക്ക് ശേഷം വിമാനത്തെക്കുറിച്ച് ഒരു വിവരവും കിട്ടാത്തതിനെ തുടർന്ന് ഓഷ്യൻ ഇൻഫിനിറ്റി തിരച്ചിൽ അവസാനിപ്പിച്ചു. വിമാനം അവസാനമായി ആശയവിനിമയം നടത്തിയ ഇൻമാർസാറ്റ് സാറ്റലൈറ്റിൽ നിന്നുള്ള ഡേറ്റയുടെ വിശകലനത്തെ ആശ്രയിച്ച് ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബ്യൂറോ നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിമാനം നിയന്ത്രണം വിട്ട് കടലിൽ പതിച്ചിട്ടുണ്ടാവാം എന്ന് വിലയിരുത്തി. അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വിമാനത്തിന്റെ ചരക്ക് മാനിഫെസ്റ്റിനെ കുറിച്ചുള്ള സംശയം, ജീവനക്കാരുടെ പങ്കാളിത്തം എന്നിവ ഉൾപ്പെടെയുള്ള ഹൈജാക്കിംഗ് സാഹചര്യങ്ങൾ വരെ പറയപ്പെട്ടു. പല തിരോധാന സിദ്ധാന്തങ്ങളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏലിയൻസാണ് ഈ വിമാനം കാണാതായതിനു പുറകിൽ എന്നുവരെ ചിലർ പറഞ്ഞുണ്ടാക്കി. മലേഷ്യൻ ഗതാഗത മന്ത്രാലയത്തിന്റെ ജൂലൈ 2018 മുതലുള്ള റിപ്പോർട്ട് അനിശ്ചിതത്വത്തിലായിരുന്നു. കാണാതായതിന് തൊട്ടു പിന്നാലെ വിമാനവുമായി ആശയവിനിമയം നടത്താനുള്ള മലേഷ്യൻ ATCയുടെ പരാജയം ഇതെടുത്തു കാണിക്കുന്നു. തിരോധാനത്തിന്റെ വ്യക്തമായ കാരണത്തിന്റെ അഭാവത്താൽ ഈ സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എയർ ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രി സേഫ്റ്റിയും ശുപാർശകളും നിയന്ത്രണങ്ങളും നടപ്പിലാക്കി. അണ്ടർ വാട്ടർ ലൊക്കേറ്റർ ബേക്കണുകളും ബാറ്ററി കപ്പാസിറ്റിയും വർദ്ധിപ്പിച്ചു. ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറുകളിലും കോക്പിറ്റ് വോയിസ് റെക്കോർഡറുകളിലും റെക്കോർഡിംഗ് ടൈം വർദ്ധിപ്പിച്ചു. സമുദ്രങ്ങളിൽ എയർക്രാഫ്റ്റ് പൊസിഷൻ എന്നിവ ഉൾപ്പെടുത്തി. 1000 കോടിയാണ് ഈ തിരച്ചിലിന് വേണ്ടി ചെലവഴിച്ചത്. 1,20,000 ചതുരശ്ര കിലോമീറ്ററോളം തിരഞ്ഞിട്ടും വിമാനത്തിന് എന്ത് പറ്റിയെന്ന് കണ്ടുപിടിക്കാനായില്ല.
ഉത്തരം കിട്ടാത്ത ചോദ്യത്തിനൊടുവിൽ 239 പേരും മരിച്ചെന്ന് മലേഷ്യൻ സർക്കാർ വിധിയെഴുതി. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.